ഇപ്പോൾ ദുബായിൽ നിന്നൊരു സങ്കടകരമായ വാർത്ത വരുന്നത് ഗ്യാസ് സിലിണ്ടർ അപകടത്തിൽ ഒരു മലയാളി മരിച്ചു എന്നതാണ്. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോൾ ആണ് മരിച്ചത്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഇത് എന്താണ് ദുബായിൽ എവിടെയാണ് ഈ അപകടം ഉണ്ടായത്? ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണോ ഈ അപകടം ഉണ്ടായത്? വിവരങ്ങൾ പറയൂ. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിലെ കാർ ഷോറൂമിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. ഇക്കാര്യം ഇന്നലെ വൈകിട്ട് തന്നെ ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിച്ചിരുന്നു. സിവിൽ ഡിഫൻസ് ടീമുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അതിനിടയിൽ തന്നെ ആ സ്റ്റോറിൽ വെച്ച് തന്നെ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അത് ഏത് സ്വദേശിയാണ്, എവിടുത്തുകാരനാണ് എന്നുള്ള വിവരം വന്നിരുന്നില്ല. നിലവിൽ എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു മലയാളി കൂടി മരിച്ചു എന്ന സങ്കടകരമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോൾ, ഇദ്ദേഹത്തിന് 27 വയസ്സാണുള്ളത്. അപ്പോൾ ഈ അപകടശേഷം ഗുരുതരമായി പരിക്കേറ്റ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഈ സംഭവത്തിൽ ഒന്നിലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. കാരണം അപകടം ഉണ്ടായപ്പോൾ ഒരാൾ മരിച്ചു, അതിനുശേഷം ഇപ്പോൾ മലയാളിയുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് ദുബായിലെ ദ കാർ സൂപ്പർ സ്റ്റോറിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ അത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു. പ്രത്യേകിച്ച് ചൂട് എടുത്തു പറയേണ്ടത് ഒരു 45 ഡിഗ്രിക്ക് മുകളിലൊക്കെയാണ് പലയിടങ്ങളിലും എപ്പോഴും ഉള്ള ഒരു താപനില. അപ്പോൾ അതിന്റെ ഭാഗമായി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ വലിയ രീതിയിൽ കൂടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്ക് 27 വയസ്സാണുള്ളത്. കൊട്ടാരക്കര സ്വദേശിയാണ്. ഒപ്പം തന്നെ ഭാര്യയുമായി ഇവിടെ താമസിക്കുകയായിരുന്നു. പാലക്കാട് സ്വദേശിയാണ് ഭാര്യ എന്നതടക്കമുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ നടപടിക്രമങ്ങൾ, ഈ മൃതദേഹം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ സംസ്കാര തീയതി തുടങ്ങിയ കാര്യങ്ങൾ എന്തായാലും പുറത്തു വരികയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ അപകടത്തിൽപ്പെട്ട മറ്റു പലരുടെ നില കൂടി ഗുരുതരമായി തുടരുന്നു എന്ന വിവരം വരുന്നുണ്ട്. എന്തായാലും 2 പേർ മരിച്ചു എന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുന്നു. അതിലൊരു മലയാളിയുണ്ട്. കൊട്ടാരക്കര സ്വദേശിയായ 27-കാരൻ ഷിജിൻ പോൾ ആണ് മരിച്ചത്. പ്രജിൻ, ശരി, ദാരുണമായ സംഭവമാണ്. ദുബായിലെ അപകടത്തിലാണ് ഇപ്പോൾ ഒരു മലയാളി മരിച്ചു എന്ന വാർത്ത അവിടെ നിന്ന് മുഹമ്മദ് റഹീസ് പങ്കുവച്ചു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് ദി കാർ സൂപ്പർ സ്റ്റോറിലെ വീഡിയോഗ്രാഫർ ആയിരുന്ന കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോൾ, 27 വയസ്സാണ് പ്രായം, മരിച്ചു എന്ന വിവരം ഇപ്പോൾ മുഹമ്മദ് റഹീസാണ് ഈ വാർത്ത അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.